9 ദിവസം ഞങ്ങൾ പാലയിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് തുണയായത് നമ്മുടെ കടപ്പാട്ടൂർ അമ്പലമാണ്. അപ്പോൾ ഞങ്ങൾ ആ പരിസരത്ത് ഞങ്ങൾ വണ്ടിയിട്ടു. ഇവിടെ തന്നെയാണ് ഞങ്ങൾ കിടന്നുറങ്ങിയതും. അടിപൊളി അരുവിയും കാര്യങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ കുളിക്കാനോ ഒന്നും ഞങ്ങൾ ഇതിലായിട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ, കാരണം സേഫ്റ്റി മുക്കിമ്പിക്കിലേ. എന്നാലും അതിന് നമുക്കിവിടെ അടിപൊളി സൗകര്യം, ഇഷ്ടംപോലെ ബാത്റൂമും കാര്യങ്ങളുണ്ട്. എന്നാലും ഉള്ള സൗകര്യം കൊണ്ട് നമ്മൾ അലക്കും കുളിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്രയാവാൻ പോവാണ്. ഞങ്ങളിതാ വണ്ടിയെടുത്തു ഇവിടുന്ന് തന്നെ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്നത് ഭരണങ്ങാനം, ഈരാറ്റുപേട്ട, അങ്ങനെ നമ്മൾ കാഞ്ഞിരപ്പള്ളിക്കുള്ള യാത്രയിലേക്കാണ്. വന്നപ്പോൾ ഇന്ന് 8ാമത്തെ ദിവസമായി നമ്മൾ പാലയിൽ വന്നിട്ട്. ഞങ്ങളിങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഭരണങ്ങാനത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു 2 സാർമാർ വന്നിട്ട് നമ്മുടെ സ്കൂളിലേക്ക് ജസ്റ്റ് ഒന്ന് വരണം എന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾ പുറത്ത് കിടക്കുകയായിരുന്നു, യാതൊരു മുന്നറിയിപ്പും ഇല്ലാണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിലേക്ക് കയറി വന്നത്. സെൻറ്റ് തോമസ് സ്കൂളാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 2 ടീച്ചർമാരുണ്ട്, ഇവിടെ 2 സാർമാരുണ്ട്, അതുപോലെ കുറേ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കുറച്ച് പേർക്കൊക്കെ അറിയാം കേട്ടോ. നമ്മളെ യാത്രേനെക്കുറിച്ച്, നമ്മളെ വീട് പണിയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കാതെ വന്നിട്ട് ഇതുണ്ടോ, കൈ നിറയെ പൈസ അവർ തന്നോട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം സാറേ, മക്കളെ എല്ലാവരോടും നമ്മളെ മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു. അങ്ങനെ ഇവിടുന്നും യാത്രയാവുകയാണ്. അപ്പം അവിടുത്തെ സാറുമാർക്കും കുട്ടികൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും നന്ദി പറയേണ്ടത് അവിടുത്തെ പ്രിൻസിപ്പളായ ഫാദറിനാണ്. അപ്പോൾ ഫാദറിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ഒരു ബ്രോ നമ്മളെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഞങ്ങൾ ചാർജ് ചെയ്തോണ്ടിരിക്കുകയാണ്. അടിപൊളി. ഞാൻ അങ്ങ് പാസ് ചെയ്തപ്പോൾ നിങ്ങളിങ്ങനെ കണ്ടായിരുന്നു. നമ്മളിപ്പോൾ വീഡിയോക്കകത്തൊക്കെ കാണാറുണ്ടായിരുന്നു. നിങ്ങൾ യാത്രയും വീട് കൊണ്ടു കൊടുക്കാനുള്ള പോകുന്നതും ഒരാളായി നിന്നാലും 1 രൂപ കിട്ടിയാലും മതി എന്ന് പറഞ്ഞുള്ള യാത്ര നല്ല കാര്യം. അപ്പോൾ ഞാൻ ഇപ്പോൾ പോയ വഴിക്ക് എൻ്റെ പൈസ ഇല്ല, ഞാൻ ഇപ്പോൾ കൂട്ടാൻ്റെ അടുത്ത് പോയി മേടിച്ചോണ്ടോ മോനെ. മൂപ്പരടുത്ത് പൈസ ഇല്ലാത്തതിന്റെ കൂട്ടുകാരുടെ അടുത്ത് പോയി പൈസ മേടിച്ചിട്ട് വന്നിരിക്കട്ടെ. ഉള്ളതുപോലെ ഒരു 100 രൂപ. ഓക്കെ, ഭയങ്കര അല്ലേ, അടിപൊളിയല്ലേ? തീർച്ചയായിട്ടും അത്ര സ്നേഹവും നമ്മുടെ മിഷനോടുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തോ. ഈ മഴയാണ്, പുറത്ത് നല്ല മഴയാണ്. അപ്പൊ അവിടെ പോയിട്ട് കൂട്ടുകാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് നമുക്ക് കൊണ്ട് തന്നാണ് ബ്രോ. ഭയങ്കര താങ്ക് യു. നന്നായിട്ട് പോടാ. ഇടയിൽ വെച്ച് കാണുവാണെങ്കിൽ സംസാരിക്കാം കേട്ടോ. തീർച്ചയായിട്ടും താങ്ക് യു. ഹായ്, നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ഏകദേശം സമയം 9 മണിയുടെ നില കഴിഞ്ഞല്ലേ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ ഭരണങ്ങാനം ടൗണിലാണ്. അവിടെ ഒരു പള്ളിയിൽ ഞങ്ങളിന്ന് വണ്ടി കൊണ്ട് സ്റ്റേ ചെയ്തു. അപ്പോൾ നമ്മുടെ രാജേഷേട്ടൻ ഞങ്ങൾ എപ്പോഴും പറയാനുള്ള പോലെ എന്നും അതെ, ഞങ്ങൾ സ്ഥിരം വന്ന് രാവിലെ വൈകിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് ഒപ്പിട്ട് പോകുന്ന വ്യക്തിയാണ് രാജേട്ടൻ. പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഞാൻ അവിടെ, അതായത് പുള്ളി പാലയിൽ വരും കേട്ടോ. പാലയിൽ ഞാൻ വരുന്നു, വന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വന്ന് ഞങ്ങൾ അടിപൊളി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കിളവ